ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പോൾ സമയം കറക്റ്റ് 1 മണി. ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു കഴിഞ്ഞ 1 വീക്ക്. ഈ ബാംഗ്ലൂർ ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. എൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് സ്കാനിൻ്റെ റെസ്പോൺസ് ഷീറ്റ് വന്നു. എനിക്കൊരു 10-60 കോളെങ്കിലും വന്നിട്ടുണ്ടാവും. എനിക്ക് ഒരു കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് ഒരുപാട് പേര് ഡിമോട്ടിവേറ്റഡ് ആണ്. മെജോറിറ്റി ആൾക്കാർ ഡിമോട്ടിവേറ്റഡ് ആണ്. രാവിലെ കുറച്ച് നേരം ഹാപ്പി ആയിരുന്നു പല ആൾക്കാരും രാവിലെ സാഡ് ആയിരുന്നു, കാരണം അവർ വിചാരിച്ച പോലെ സ്കോർ വന്നില്ല. പല ആൾക്കാരും വിചാരിച്ച പോലെ സ്കോർ വന്നു, പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്രാക്കു അല്ലെങ്കിൽ വേറെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരുടെ ഒരു സ്കോർ വേഴ്സസ് പെർസെന്റേജ് പ്രഡിക്ഷൻ ഇട്ടപ്പോഴത്തേക്കും നിങ്ങളെല്ലാം വിചാരിച്ചതെല്ലാം തകിടം മറിഞ്ഞു. നിങ്ങളുടെ പ്ലാൻസ് എല്ലാം തെറ്റി, കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, ഈ ക്യാറ്റ് ഇത്തവണ ഈസി ആയിരുന്നു. അപ്പം ഞാനും ഇപ്പം ഈ പറയുന്ന ഒരു ഗൂഗിൾ ഫോം നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കും ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ചെറിയ കൊഹോട്ട് ഉണ്ട്, നമുക്ക് നോർത്ത് ഈസ്റ്റിൽ ഒരു കൊഹോട്ട് ഉണ്ട്, തമിഴ്നാട്ടിലൊരു കൊഹോട്ട് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ട് ക്യാറ്റ് റിലേറ്റീവ്ലി ഈസി ആയിരുന്നു എന്ന് പറയുമ്പോഴും ഈ DALR കുറച്ച് ഈസി ആയിരുന്നു. ഞാൻ ഇതുവരെ ഇത്ര ഈസി ആയിട്ടുള്ള DALR 6 കണ്ടിട്ടില്ല ക്യാറ്റിൽ. പക്ഷെ ക്വാണ്ട് ഒന്നും അങ്ങനെ ഭയങ്കര ഈസി അല്ല എന്നല്ല, പക്ഷെ ക്യാറ്റ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ വർഷം ക്വാണ്ട് കുറച്ച് എക്സ്ട്രാ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വാണ്ടൊക്കെ ഇതിന് മുന്നേയും ക്യാറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഒക്കെ സിറ്റേഴ്സ് ആയിട്ടുള്ള ക്യാറ്റൊക്കെ പണ്ട് തൊട്ടേ വരാറുണ്ട്. ഇതൊന്നും ഒരു പുതിയ കാര്യമില്ല. DRG ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ഈസി വരായിരുന്നു. കുറച്ച് ഷഫിളൊക്കെ ചെയ്ത് അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവർക്കും ക്യാപിറ്റലൈസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. DALR കുറച്ച് റിലേറ്റീവ്ലി ഇതുവരെ കണ്ടുവരുന്ന ക്യാറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ടോപ്പ് പെർസെന്റേജിലുള്ള ആൾക്കാർ, അതായത് 97+% നോക്കിയിരുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് ഒരുപാട് അധികം ഈ പറയുന്ന നിങ്ങളിപ്പോ ഈ പറയുന്ന ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഈ 100+ വാങ്ങി, 120 വാങ്ങി, 150 വാങ്ങി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അത് ഒരു ചെറിയൊരു സ്പെക്ട്രം മാത്രമേ ആവാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം എന്ത് സ്റ്റുഡൻസ് ഉൾപ്പെടെ, ഓപ്പൺ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ, ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ആ ഗൂഗിൾ ഫോമിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഈസി എന്ന് പറയുന്ന സാധനം ഒരു സർപ്രൈസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും സർപ്രൈസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. റിലേറ്റീവ്ലി ആർക്കും അതങ്ങനെ ഭയങ്കരമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ ഒരു 10 മാർക്കൊക്കെ കൂടുതൽ വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഈ ക്രാക്കുവിന്റെ അവര് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്ത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. കാരണം അവര് വലിയൊരു ബോംബ് ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് ആസ്പിറൻസിന്റെ ഒക്കെ തലയിൽ. ഇങ്ങനത്തെ ഒരു സ്കോർ വേഴ്സസ് പെർസെന്റേജ് ഇട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ആ ഒരു 51,500 വെച്ചിട്ട് മാത്രം ആയിരിക്കാം ചിലപ്പോൾ അവര് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വിച്ച് ഈസ് ലൈക്ക് നമ്മളുടെ ഈ മോക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ പെർസെന്റേജ് വളരെ കുറവായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ 100 മാർക്ക് വാങ്ങിയാലും നിങ്ങളുടെ പെർസെന്റേജ് 90 ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. അത് നിങ്ങൾ ഒറിജിനൽ ക്യാറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 99.5 99.7 ഒക്കെ കിട്ടിയേക്കാം. പക്ഷെ ഇവര് ആ ഒരു ചെറിയ സാമ്പിൾ സ്പേസിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് എഴുതുന്ന മോക്കിൽ മാത്രം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ടാവാം. ഒന്ന്. രണ്ടാമത്തെ, റിപ്പീറ്റഡ് സാധനം ചിലപ്പോൾ ഉണ്ടാവാം. എന്നെ ഇന്നൊരു സ്റ്റുഡന്റ് വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ ഞാൻ രാവിലെ തൊട്ട് 5 തവണ ക്രാക്കുവിന്റെ സാധനത്തിൽ നോക്കി, 5 തവണ എനിക്ക് വേറെ പെർസെന്റേജ് കാണിച്ചത്. രാവിലെ 95 കാണിച്ചു, വൈകുന്നേരം ആയപ്പോൾ 70% കാണിച്ചു. അപ്പൊ ഇവൻ ഇത് 5 തവണ ഇടുന്ന സമയത്ത് ഇത് റീകാൽക്കുലേറ്റ് ചെയ്യുകയാണോ എന്നെനിക്ക് അറിയില്ല. ബേസിക്കലി അവരും ക്ലാരിഫൈ ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഇവർക്ക് ഈ 51,000 കിട്ടിയത്. അല്ലെങ്കിൽ അവരൊരു വീഡിയോയിൽ ഒന്ന് പറയണം, നമുക്ക് ഇങ്ങനെയാണ് 51 കിട്ടിയത്, 51,500 കിട്ടിയത്, റെപ്പിറ്റേഷൻ ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് 51,500 കിട്ടിയത്. ഇതിനകത്തുനിന്ന് ഈ ബാക്കിയുള്ള 2 ലക്ഷം പേരെയും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കാണിച്ചതെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് വിശ്വസിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവർ പറയുന്നതിൽ എന്തെങ്കിലും സെൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് ഒരു വളരെ വൃത്തിയായിട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും പോയിട്ട് ക്രാക്കുവിന്റെ പേജിൽ പോയിട്ട് ഇതെന്താ സാധനം നോക്കുന്നുണ്ട്, അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ കമന്റ് ഇട്ടു, കാരണം എനിക്ക് ഓണസ്റ്റ്ലി അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കമന്റ് ഇട്ടു. അപ്പം ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് അട്രാക്ട് ചെയ്യാനുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കാരണം നാളെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ they can easily say that നമ്മൾ ഇതെല്ലാം ഉദ്ദേശിച്ചത് നമ്മൾ 51,000 ബേസിസിൽ മാത്രമാണ് പറഞ്ഞത് എന്ന് പറയാം. റെപ്പിറ്റേഷൻ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ഇനി ഈ ക്യാറ്റ് എന്ന് പറയുന്ന പരീക്ഷ 2 വർഷം മുന്നേ 0 മാർക്ക് വാങ്ങിയ 40% കിട്ടുന്ന പരീക്ഷ. അതായത് 2 ലക്ഷം പേര് ഇടുന്ന പരീക്ഷയിൽ 80,000 പേര് 0-ൽ കുറവ് മാർക്ക് വാങ്ങുന്ന ഒരു പരീക്ഷയില് എത്ര പേര് വന്നിട്ട് ഇവരുടെ ഈ ക്രാക്കുവിന്റെ പെർസെന്റേജ് പ്രഡിക്ടറിൽ ഈ പറയുന്ന സ്കോർ ഇടുന്ന പറയുന്നത്. അത് വളരെ ഒരു സീരിയസ് ടേക്കേഴ്സ് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഇനി അത്രയും പേരിട്ട ഡാറ്റ കിട്ടി അവർ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ, എങ്ങനെ ഇവർ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യും? കാരണം എന്റെയിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പൊ 350 കുട്ടികൾ, ഒരു അത്യാവശ്യം അല്ലാത്തൊരു വലിയ സ്പെക്ട്രം, ഒരു മീഡിയം ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ മീഡിയം ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഈ ക്യാറ്റ് ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം
അവരും അത് സർപ്രൈസ് ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. മാത്രമല്ല അങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ടൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഭയങ്കര ടോപ്പ് പെർഫോമൻസിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഭയങ്കര ഒരുപാട് അങ്ങ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. IMS ഒക്കെ ഇടയ്ക്ക് ഇട്ടിട്ടില്ല, ഇവളുടെ അവളുടെ ഒരു മെന്റർ ഫുൾ മാർക്ക് വാങ്ങിയത്. എല്ലാരും ഇവിടെ മറ്റേ പുര കത്തുമ്പോ വാഴ നടുക എന്ന് പറയുന്ന പോലെ അവരതിന്റെ ഇടയ്ക്ക് അവസാനത്തെ ആണി അടിച്ചതാണ്. നമ്മളുടെ ഒരു ചങ്ങായിക്ക് ഇവിടെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ വെറുതെ പോയി അവിടെ പോയി ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് ആ പേപ്പറും തിരിച്ച് വന്നാൽ പോരെ. എന്തിനവന്മാരൊക്കെ ക്യാറ്റ് എഴുതുന്നതെന്ന് എനിക്ക് അറിയില്ല. എനിവിച്ച് വേ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരുപാടൊന്നും അതിനകത്ത് ഇത് പറയുന്നില്ല, എക്സ്ട്രാ പറയുന്നില്ല. എനിക്ക് ആകെ പറയാനുള്ളത് എന്റെ പ്രൊഡിക്ഷനിൽ ഒരു 80 to 92% ആ ഒരു സ്പെക്ട്രത്തിൽ വലിയ വ്യത്യാസം 2023 അല്ല 2022 സ്കോർ വേഴ്സസ് പെർസെന്റേജിന് ഒരു +2 +3 ഒക്കെ മാക്സിമം ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. സ്കെയിൽഡ് സ്കോർ വെച്ച് നോക്കും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ റോ സ്കോർ ആണ്, അത് സ്കെയിൽ ചെയ്ത സ്കോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10, 48, 50 കിട്ടുമ്പോൾ 90%, പിന്നെ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 80-85 മാർക്കിൽ ഒരു 99% ഒക്കെ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇത്തവണ ക്യാറ്റ് വരിക. അല്ലാതെ അങ്ങനെ ഒരു വലിയ ഹിമാലയൻ ചേഞ്ച് ഒന്നും വരാനുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് മിഡ് ലെവലിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് 80 to 92% വലിയ ഫ്ലക്ച്വേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവിടെ ചേഞ്ചസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു മാർക്കൊക്കെ മാറുമ്പോൾ തന്നെ ഒരുപാട് പെർസെന്റേജ് അല്ല ഒരു പെർസെന്റേജിൽ തന്നെ ഒരു മാർക്കിൽ തന്നെ ഒരുപാട് പെർസെന്റേജ് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പെക്ട്രമാണ് ഈ കുറഞ്ഞ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഒരു വലിയൊരു സ്പെക്ട്രം വരയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 85%-ലും 80%-ലും തമ്മിലുള്ള സ്കോർ ഡിഫറൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. 2 മാർക്ക് 3 മാർക്കിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സോ അവിടെ ഒന്നും നിങ്ങൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മുകളിലോട്ട് പോകുമ്പോഴാണ് കുറച്ച് ഈ പറയുന്ന അധികം ഈസി ആയത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീവിയേഷൻ ഉണ്ടാവാം. എനിക്ക് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയേണ്ടത് ഇതൊന്നുമല്ല. മെയിനായിട്ട് എനിക്ക് പറയേണ്ടത് ഇന്ന് സാറ്റിന് എത്ര പേര് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ സാറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആൾക്കാർ എത്ര പേര് ഇന്ന് സാറ്റിനെ കുറച്ച് ഡിസിഷൻ മേക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയാമോ? എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു, ചേട്ടാ ഇത്രയും പേര് ക്യാറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും പറയാം ക്യാറ്റ് പോയി ഇനി സാറ്റിന് പിടിക്കാം, അല്ലെങ്കിൽ ക്യാറ്റ് നന്നായി ഇനി സാറ്റ് പിടിക്കാം. അപ്പൊ എല്ലാവരും സാറ്റ് എഴുതുന്നുണ്ട്, ക്യാറ്റ് പോലെ തന്നെ എല്ലാവരും സാറ്റ് എഴുതുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സാറ്റ് ചേട്ടൻ പറയുന്നത് കിട്ടും, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടുമെന്ന് എന്തുകൊണ്ടാണ് നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. എന്തിനാ ചേട്ടാ ഈ സാറ്റ് ഇത്രയും ഇത് പറയുന്നത്, സാറ്റ് ടഫ് അല്ല അത് ഇതാണ് കാരണം. എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു സെനാരിയോ ആണ്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ റെസ്പോൺസ് ഷീറ്റ് വരുന്നു. അത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഷീറ്റ് വെച്ചിട്ടുള്ള കളിയാണ്. അത് വെച്ചിട്ട് ഇത്ര സ്കോർ പെർസെന്റേജ് ഇത് ക്യാറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ സാറ്റിന് ഒരാഴ്ച മുന്നേ ആയിരിക്കും യൂഷ്വലി ക്യാറ്റിന്റെ റിസൾട്ട് വരുന്നത്. ഈ ഒരു മാസം ഇവർ സാറ്റിന് പ്രിപ്പയർ ചെയ്യില്ല. കാരണം ഇവരെല്ലാവരും ഡീമോട്ടിവേറ്റഡ് ആവാണ് ഇവരുടെ ഈ പറയുന്ന ഇത്രയും അതും ഇതും ഒക്കെ പറഞ്ഞിട്ടുള്ള സാധനം വെച്ചിട്ട്. അപ്പം എന്റെ പൊന്നു മക്കൾ പോയിട്ട് സാറ്റിന് പ്രിപ്പയർ ചെയ്യുക. കാരണം ആരോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഒരു മെന്റർ പറഞ്ഞ പോലെ ഇതിപ്പം സാറ്റിന് പ്രിപ്പയർ ചെയ്യാതെ ഇത് നോക്കി വിഷമിച്ചിരിക്കുന്നത് നമ്മളെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇപ്പൊ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 140 കണ്ടെടുത്ത് ഔട്ടായി. എന്തായാലും 150 എടുത്തോളൂ. ഇനിയിപ്പം അടുത്ത ടെസ്റ്റിന് നോക്കാം. ഇനി ഞാൻ ബോൾ തന്നെ ചെയ്യുന്നില്ല, നിങ്ങൾ കളി ജയിച്ചോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെയാണ് നിങ്ങൾ ഇനിയുള്ള എക്സാമിന് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ. ഞാൻ സാറ്റ് തന്നെ വേണമെന്ന് പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ സ്നാപ്പിന്റെ മോക്കെടുത്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നാപ്പിനെ പ്രിപ്പയർ ചെയ്തോ. മൈക്ക ഓൾമോസ്റ്റ് ഒരു tier 1 കോളേജ്. ഗൂഗിൾ ലോറിയലിലൊക്കെ തന്നെ ഇപ്പം നമ്മുടെ IIM ഇൻഡോറിൽ നിന്നും പോലും ഗൂഗിൾ വന്നിട്ട് ഒരാളൊക്കെ എടുക്കുമ്പോഴത്തേക്കും മൈക്ക എന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഗൂഗിളിലൊക്കെ പോയി പണിയെടുക്കുന്നുണ്ട്, ഈവൻ ഓഫ് ക്യാമ്പസിൽ തന്നെ. സോ അങ്ങനത്തെ ഒരു ബി സ്കൂളാണ് മൈക്ക. സോ അതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കോളേജാണ്. സാറ്റ് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് കോളേജ് 250+ കോളേജ് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുള്ളത്. എനിക്ക് അറിയാവുന്ന 10-20 വളരെ നല്ല കോളേജ് അവർ എടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 10 കോളേജ്. XLRI, KJSOM അല്ല, XLRI, IMI, IMT, XAMB, ടാപ്മി, ഇർമ, ഗ്രേറ്റ് ലേക്സ്, അങ്ങനെയുള്ള ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കുറെ നല്ല കോളേജസ് എടുക്കുന്ന ഒരു സ്കോർസ് എടുക്കുന്ന ഒരു എക്സാം ആണ് ഈ സാറ്റ് എന്ന് പറയുന്നത്. ഞാൻ വെറുതെ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയല്ല. ഞാൻ ക്യാറ്റ് കഴിഞ്ഞിട്ട് ആകെ കുറെ നാളിങ്ങനെ വെറുതെ കളിച്ച് കിടന്ന് കുറച്ച് അതും ഇതൊക്കെ നോക്കി 3 മോക്ക് മാത്രം എടുത്തിട്ട് വെറുതെ പോയി സാറ്റ് എഴുതിയപ്പോൾ എനിക്ക് 93% കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അന്ന് അതൊരു വളരെ ലോ സ്കോറിംഗ് എക്സാം ആയിരുന്നു. ഇപ്പോഴും ലോ സ്കോറിംഗ് ആണ്, ഡീവിയേഷൻസ് ഉണ്ടാവും. പക്ഷെ അന്ന് എനിക്ക് ഇപ്പോഴത്തെ സെയിം ടോട്ടൽ സ്കോറൊക്കെ തന്നെ ആയിരുന്നു. അന്ന് എനിക്ക് 25 മാർക്കോ എന്തോ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് അറിയില്ല എന്റെ സ്കോർ വേഴ്സസ് പെർസെന്റേജ് എന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ 93%, 94%. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഈ സാറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പോലും ഈ സാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിലി നിങ്ങൾക്ക് സാറ്റ് ക്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് XLR കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ പറയല്ല,
ഞാൻ IIM ഇൻഡോർ അലൂമിനിയ, പക്ഷെ IIM ഇൻഡോർ കോഴിക്കോടും ലക്നോയും കയ്യിൽ വെച്ചിട്ട് ഒരു XLRI കോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരാളുടെ അടുത്ത് പറയും നിങ്ങൾ XLRI എടുത്തോ. കാരണം അത്രയും ലെവൽ ഓഫ് ക്വാളിറ്റി, പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെയാണ് ബെറ്റർ. സോ അത്രയും നല്ലൊരു ബി സ്കൂൾ നിങ്ങൾക്ക് അവിടെ കാത്തിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയാണെങ്കിലും നിങ്ങൾ ഇനി XLRI ലെവൽ നിങ്ങൾക്ക് കാലിബർ ഇല്ല എന്നാണ് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത്. വിശ്വസിച്ചോ? നിങ്ങൾ ഇർമ നോക്കിക്കോ, നിങ്ങൾ അതിന്റെ അടിയിലെ ടാപ്പി നോക്കിക്കോ, ഇതൊക്കെ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാം കയ്യിൽ നിന്ന് പോയ പോലത്തെ ഒരു ഇതും വരില്ല. ഇപ്പൊ ഈ കാറ്റിന്റെ ഈ ഒരു ജഗബോഗ എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് യു വിൽ ഓൾസോ ഹാവ് വൺ ഗുഡ് സ്കോർ ടു അപ്ലൈ ഫോർ ദീസ് കോളേജസ്, സെയിം കോളേജസ്. അതായത് കാറ്റും സാറ്റും വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും പല കോളേജസിലും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയും പേര് സാറ്റിന് എഴുതിയാലും സാറ്റിന് ഈസി ആയിട്ട് കയറാമെന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു, നിങ്ങളിപ്പം കാറ്റ് ഒരു ആവറേജ് ശരാശരി കാറ്റ് 2024 എഴുതിയ ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. അവൻ വെറുതെ കട്ടിലുമേ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ കരയായിരിക്കും. അതിന്റെ കാരണം ഇതാണ്. എല്ലാ വർഷവും സംഭവിക്കുന്ന സെനാരിയോ ആണ്. റെസ്പോൺസ് ഷീറ്റ് വരുന്നു, പിള്ളേർ അവിടെ പരിപാടി അവസാനിപ്പിക്കുന്നു, അടുത്ത വർഷത്തേക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം കളയുന്നു. യു സ്റ്റിൽ ഹാവ് ടൈം. കാറ്റിന്റെ റിസൾട്ട് വരുന്നവരെ നിങ്ങൾ ഇത് പറഞ്ഞ് ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സാറ്റും നിങ്ങൾ പോയതായിട്ട് തന്നെ കൺസിഡർ ചെയ്തോ. ബട്ട് യു സ്റ്റിൽ ഹാവ് ടൈം. ആ ഒരു സെക്കൻഡ് ഇന്നിങ്സ്, ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റ് പറഞ്ഞ പോലെ ഇത് 2 ഇന്നിങ്സ് കൂടിയതാണ് ഈ പറയുന്ന സാധനം. 2 അല്ല, ശരിക്കും 3-4 ഇന്നിങ്സ് ഉണ്ട്. അതിൽ സെക്കൻഡ് ഇന്നിങ്സ് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എഗെയിൻ ഞാൻ പറയുകയാണ്, എന്റെ പ്രൊഡിക്ഷൻ കാറ്റ് 2022 സ്കോർ വേഴ്സസ് പെർസെന്റേജിൽ നിന്ന് ഒരു +2 +3 ആയിരിക്കും നമ്മളുടെ ഒരു 92% വരെ. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു +4 to +5 ഫ്രം കാറ്റ് 2022 സ്കോർ വേഴ്സസ് പെർസെന്റേജ്. അല്ലാതെ ഇവർ പറയുന്ന പോലത്തെ ഫാൻസി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ചീപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് ക്രാക്ക് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ദേ ഹാവ് ടു കം അപ്പ് വിത്ത് ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ഓൺ ഹൗ എക്സാക്ട്ലി ദേ റീച്ച് ദാറ്റ് ഫിഗർ. അത് ഒരു ഫെയർ ആസ്ക് ആണല്ലോ. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന എന്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഗൂഗിൾ ഷീറ്റ് റെസ്പോൺസും വെച്ചിട്ട് മിഡിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് വലിയ ചേഞ്ചസ് ഫ്ലക്ച്വേഷൻസ് ഒരു 2022 കാറ്റ് വെച്ചിട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു അനാലിസിസ് എങ്കിലും വെച്ചിട്ടാണ്, അതിന്റെ ഒരു ബേസിസിലും കൂടിയാണ് ഞാൻ പറയുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ സാറ്റ് ആൻഡ് അപ്കമിങ് എക്സാംസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെറുതെ ഈ പറയുന്ന അവരവരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഡെസ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട ടൈം, അതായത് ഒരു മാസം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ശരിക്കും കുറവാണ്. പക്ഷെ ആ ഒരു മാസം തന്നെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് ഇഫ് യു യൂട്ടിലൈസ് ഇറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് വെരി ഈസിലി. യു ക്യാൻ ഗെറ്റ് ഇറ്റ്. സോ പ്ലീസ് ഗോ ആൻഡ് ഡു ഈ പറയുന്ന സാറ്റിന്റെ സാധനം. ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്തോറും ഈ മസിൽ മെമ്മറിയാണ് സാധനം. ഡിസിഷൻ മേക്കിംഗ് ഇസ് പ്യൂർലി ലൈക്ക് മസിൽ മെമ്മറി. നിങ്ങൾ എത്ര വലിയ ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കുറെ അധികം ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ നോക്കി എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ ലോജിക്ക് കറക്റ്റ് കിട്ടണം. അങ്ങനെ മാത്രമല്ല പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ മാത്സ് 1+1=2 എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കമ്പനിയിൽ എന്റെ ഒരു കൊളീഗ് എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചു, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ഓപ്ഷൻ. ഒരു എത്തിക്കൽ ഡയലമ ക്വസ്റ്റ്യൻ. ഈ എത്തിക്കൽ ഡയലമ ക്വസ്റ്റ്യനിൽ എനിക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം, എനിക്ക് മാനേജറിൽ റിപ്പോർട്ട് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ അവനെ പറഞ്ഞു ഉപദേശിക്കാം, എനിക്ക് അല്ലെങ്കിൽ ഇത് കണ്ടില്ല എന്നടിക്കാം. ഇങ്ങനത്തെ 4 ഓപ്ഷൻ ആണെങ്കിൽ ഇതിൽ പോലീസിൽ പറയുന്നതും ഓക്കെ ആയിരിക്കും. സേ ഇഫ് ഇറ്റ്സ് എ കേസ് ഓഫ് ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ഫോർ എക്സാമ്പിൾ, പോലീസിൽ പറയുന്നത് മേക്ക് സെൻസ് ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം. മാനേജറിനോട് പറഞ്ഞാലും മേ ബി അതും ഓക്കെ ആണെന്ന് വിചാരിക്കാം. 2 ഓപ്ഷൻസ് വിചാരിക്കാം. പക്ഷെ ഇതിന് ഒരു ശരി ഉത്തരവേ ഉള്ളൂ സാറ്റില്. അപ്പൊ അതെന്താണ് സാറ്റ് വിചാരിക്കുന്ന ശരി ഉത്തരം എന്നുള്ളത് നിങ്ങൾ കുറെ സൊല്യൂഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ഈസിലി ഏസ് ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കാറ്റ് പോയിട്ട് സാറ്റ് ഏസ് ചെയ്ത ആൾക്കാർ. നിങ്ങൾ കാറ്റ് പോയില്ല എന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല, സാറ്റിന് പോയി ഏസ് ചെയ്യുക, അത്ര തന്നെ പറയാനുള്ളൂ. അതുകൊണ്ടാണ് രാത്രി ഇപ്പം 1:10 ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട. ഗെയിം ഇസ് സ്റ്റിൽ നോട്ട് ഓവർ. ഫുൾ ഫൈറ്റ് ഇട്ടിട്ട് മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ പാടുള്ളൂ. Thanks a lot for watching my video. Bye bye.